വയനാട്ടിലുള്ള സ്ഥലങ്ങൾ ചിലതൊക്കെ തോട്ടം ഭൂമിയാണ്. തോട്ടം ഭൂമിയാണെങ്കിൽ അത് സർക്കാരിനെ അത് തോട്ടമല്ലാതാക്കാൻ കഴിയുമോ? ആ ഒരു വിഷയമുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്തു. അത് നമ്മൾ തന്നെ ഒരു തോട്ടഭൂമി ഇപ്പോൾ മേപ്പാടിക്കടുത്ത് എവിടെയെങ്കിലും വാങ്ങിയെന്ന് നോക്കുക, അത് ആവശ്യമായ എക്സംഷൻ തരേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരുമായിട്ടും ചർച്ച നടത്തും. പ്രതിപക്ഷ സംഘടനകൾ അതുപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകളും ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് ഈ ആവശ്യക്കാർക്ക് നേരാവണ്ണം ആവശ്യമനുസരിച്ച് കിട്ടണമെന്നേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു ഉദ്ദേശം ഇതിലില്ല. 100 വീട് വെച്ചു കൊടുക്കണം, അതൊരു പ്രത്യേക പ്രോജക്റ്റായി തന്നെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ല, സ്ഥലം ഗവൺമെൻറ് തന്നാൽ സന്തോഷം, ഇല്ലെങ്കിൽ നമ്മൾ നോക്കി വാങ്ങി ചെയ്യും. അതിന് സർക്കാരിൻ്റെ അനുവാദം മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും. കവളപ്പാറയിൽ ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസം 4 വർഷമായിട്ടും പൂർത്തിയായില്ല എന്ന് പറഞ്ഞ ചില ആരോപണങ്ങൾ. ഈ വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇത്ര സമയം കൊണ്ട് എന്നൊരു കാലഘടന, ഇത് തീരുമാനമായാൽ എന്നൊരു തീരുമാനം എടുത്തു? ഇത് ചോദിക്കാൻ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മറ്റേ വയനാട്ടിലെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളിത് പിന്നെ വളരെ വേഗം ഒട്ടും താമസിയാതെ ഇപ്പം തന്നെ സമയബന്ധിതമായി ആദ്യം ചെയ്യണമെന്നാണ്. സ്ഥലം കിട്ടിയാൽ നാളെ ചെയ്യാൻ റെഡിയായി നിൽക്കുക. അതാണ് ഞങ്ങളുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് നേരിടുന്ന ഒരു പ്രശ്നം വാടക വീട്ടിലേക്ക് മാറാനുള്ളതാണ്. അപ്പോൾ അത് സർക്കാർ കൊടുക്കുന്ന 6000 രൂപ, പക്ഷെ അഡ്വാൻസ് തുക പലരും ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അതിപ്പോൾ തങ്ങൾ പ്രഖ്യാപിച്ച 15000 രൂപ ഉണ്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റ് കൊടുക്കുന്നത്. അവർക്ക് സർക്കാർ കൊടുക്കുന്നത് 6000 രൂപയാണെങ്കിൽ തികയില്ലെങ്കിൽ ആ പൈസ ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇട്ട 600 ആ നമ്പർ എല്ലാവർക്കും 15000 രൂപ വീതം 620 ആൾക്കും ഇപ്പോൾ കൊടുക്കുന്നത്. അവർക്ക് ഉപയോഗിക്കാം. പിന്നീട് വരുന്ന കാര്യമല്ലേ, പിന്നീട് ആലോചിക്കാം. ഒരുമിച്ച് പുനരധിവാസം പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഒന്നും ഫൈനലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നലെ തങ്ങൾ തന്നെ റവന്യൂ മിനിസ്റ്ററോട് സംസാരിച്ചു, നേരിട്ടും സംസാരിച്ചു, തൃശ്ശൂർ വെച്ച്, അതുപോലെ ഇന്നലെ സംസാരിച്ചു, പിന്നെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ ചർച്ച ചെയ്യുകയാണ് ചെയ്ത് അവർ മുൻകൈയെടുക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് അവർക്ക് സഹായം കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു കോർഡിനേഷൻ ആവശ്യമുണ്ട് വീടിൻ്റെ കാര്യത്തിൽ. എവിടെയാണ് സ്ഥലം സംബന്ധിച്ചുള്ള ലീഗാലിറ്റി, പിന്നെ അതിൻ്റെ സമയം നമ്മുടെ പ്രോജക്റ്റ് റെഡിയാണ്, അതിൽ ഒരു താമസവുമില്ല, സമയബന്ധിതമായി തീർക്കും. ടൗൺഷിപ്പ് മാതൃകയിലാണ് പറയുന്നത് സർക്കാർ. അതുമായി തീരുമാനം വന്നോ? അപ്പോൾ അതിനോട് ചേർന്നാണോ ഈ നിർമ്മാണങ്ങളൊക്കെ ഉണ്ടാവുന്ന തീരുമാനം? ടൗൺഷിപ്പ് എന്ന് ഓൾ പാർട്ടി മീറ്റിങ്ങിലും അവിടുന്ന് വന്നിരുന്നു. ഇപ്പോഴും ചർച്ച ഉണ്ട്, പക്ഷേ ഒരു പ്രഖ്യാപനം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെ ക്യാബിനറ്റ് ഇന്നോ ഇവർ കൂടുന്നുണ്ട്, ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, പറയാം എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. നേരത്തെ രൂപീകരിച്ച ഉപസമിതി ഇത് ഈ പുനരധിവാസം കഴിയുന്നത് വരെ നിലനിൽക്കും. ഇപ്പോഴുണ്ട് ഇത് അവസാനത്തെ ഇതുവരെ അത് പിടിച്ചത് തെറ്റായിപ്പോയി, പിടിക്കാൻ പാടില്ലായിരുന്നു, മടക്കി കൊടുക്കണം എന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കുന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇപ്പോൾ ലോണിൻ്റെ TDS ഒക്കെ പിടിക്കുന്ന ഒരു സമയമല്ലല്ലോ. ഇപ്പോൾ അത് തിരിച്ചു കൊടുത്തൂല്ലേ? എഴുതി തള്ളേണ്ടതാണ്. അവിടുത്തെ കടം മൊത്തം എഴുതി തള്ളുന്നതാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത്. സ്വകാര്യ ബാങ്ക് ഉൾപ്പെടെ, സ്വകാര്യ ബാങ്കാണെങ്കിലും സ്വകാര്യ ബാങ്കിന് ഇതിനൊക്കെ പ്രൊവിഷനുണ്ട്. അവർക്ക് സോഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനുള്ള വകുപ്പുണ്ട്, അതിനുള്ള ഫണ്ടുമുണ്ട്. അതുകൊണ്ട് സ്വകാര്യ ബാങ്കുകളൊന്നും ഇതിന് എക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരൊക്കെ എഴുതി തള്ളുകയാണ് വേണ്ടത്.